ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു നെയ്മീൻ നാടൻ മസാല. സാധാരണ നമ്മൾ കറിയും മുളകിട്ട കറിയെല്ലാം കഴിച്ചില്ലേ, ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ച് വേണ്ടേ. നമുക്കിന്ന് നെയ്മീൻ നാടൻ മസാല. വരും നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഐക്കൂറ മസാല തയ്യാറാക്കാനായി ആദ്യമായി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്കൂറ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, ഒരു നാരങ്ങ നീര്, നമ്മൾ നന്നായി മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഐക്കൂറ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായി കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് ഐക്കൂറ, ഫ്രൈ ആയി വരട്ടെ കേട്ടോ മക്കളെ. ഐക്കൂറ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഐക്കൂറ ഫ്രൈ ആക്കിയ എണ്ണയിലേക്ക് തന്നെ ഐക്കൂറ മസാലയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഐക്കൂറ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ഐക്കൂറയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നത്. ഉലുവ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക് കീറി വെച്ചേക്കുന്ന പച്ചമുളക്, ചെറിയുള്ളി ഒരു 50 ഗ്രാം ചെറിയുള്ളി, 2 സവോള ചോപ്പ് ചെയ്ത്, ലേശം ഉപ്പിട്ടൊന്ന് കൊടുക്കും. ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ,
നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ 2 ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. തക്കാളിയുടെ പച്ചച്ചവ മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക. മസാല നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഫിഷിൻ്റെ സ്റ്റോക്ക് റെഡിയാക്കിയിട്ട് സ്റ്റോക്ക് ഒഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ കിട്ടും. നമ്മളിപ്പം വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ, ഒരു നാരങ്ങയുടെ പിഴിഞ്ഞൊഴി. തക്കാളിക്ക് പുളിയുണ്ട്. പുളിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി യൂസ് ചെയ്യാം. വാളംപുളി ഇഷ്ടമുള്ളവർക്ക് വാളംപുളി യൂസ് ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. പുളി ഒരു സ്വല്പം പുളി, ഓവർ പുളി വേണ്ട. സ്വല്പം പുളിക്കുള്ള നമ്മൾ നാരങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് 1-ാം പാൽ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്കിട്ട് എടുക്കുക. സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെക്കണം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. തീയും വന്നില്ല, പുകയും വന്നില്ല, ജ്യോതിയും വന്നില്ല, ജ്യോതിയുടെ അച്ഛനും വന്നില്ല. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നെയ്മീൻ നാടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഒരാളെ ക്ഷണിക്കാം. സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. കാര്യം ഞാൻ ഇതുമായിട്ട് ഫിഷ് ഐറ്റംസ് അധികം അങ്ങനെ കഴിക്കുന്ന ആളല്ല. പക്ഷെ സത്യം സെറ്റായിട്ട് പൊളിയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.